മൂവാറ്റുപുഴ ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സൂചന സംസ്ഥാനത്ത് വീണ്ടും ജില്ലാ പുനർവിഭജന ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. എന്നാൽ മൂവാറ്റുപുഴയേക്കാൾ എത്രയോ മുമ്പേ ഭരണ സൗകര്യത്തിനായി വിഭജിക്കപ്പെടേണ്ട മലപ്പുറം ജില്ലയെ വീണ്ടും തഴയുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പരക്കെ ഉയരുന്നത്. കാലങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന തിരൂർ ജില്ല എന്ന ന്യായമായ ആവശ്യത്തിന് എന്നാണ് അംഗീകാരം ലഭിക്കുക? തിരൂർ ജില്ല രൂപീകരണത്തിന് വലിയ സാമ്പത്തിക ചിലവ് ഉണ്ടാകുമെന്ന് പറയുന്നവർ മൂവാറ്റുപുഴയ്ക്ക് അത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണോ? അതല്ല ഈ സർക്കാരും മലപ്പുറത്തെ തഴയുകയാണോ? ഭരണപരമായ കാര്യക്ഷമതയും ജനസംഖ്യാ പെരുപ്പവും കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഒന്നാമതായി വിഭജിക്കപ്പെടേണ്ട ജില്ല മലപ്പുറം ജില്ല തന്നെയാണ്. പുതിയ ജില്ലകൾ പ്രഖ്യാപിക്കുമ്പോൾ അർഹതപ്പെട്ട തിരൂർ ജില്ല എന്ന ജനകീയ ആവശ്യത്തെ ഇനിയും എത്ര കാലം അവഗണിക്കാൻ കഴിയും? മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുപരിപാടിക്കിടെയാണ് ഒരു ജില്ലാ പുനർവിഭജന കമ്മീഷനെ നിയോഗിച്ച് മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിനു ശേഷം സംസ്ഥാനത്ത് പുതിയ ജില്ലകളൊന്നും വന്നിട്ടില്ല. ഭരണ സൗകര്യത്തിനായി പുതിയ ജില്ലകൾ വേണമെന്ന വാദം ശക്തമാണെങ്കിലും മുൻഗണന നൽകേണ്ടത് എവിടെയെന്ന ചോദ്യമാണ് ഇപ്പോൾ മലബാറിൽ നിന്ന് വീണ്ടും ഉയരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. 45 ലക്ഷത്തിലധികം ജനങ്ങൾ വസിക്കുന്ന ഈ വലിയ ജില്ലയിൽ ഒരു സാധാരണക്കാരന് സർക്കാർ സേവനങ്ങൾ സമയബന്ധിതമായി ലഭിക്കാൻ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണ്. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങളും ജനപ്രതിനിധികളും ഭരണാധികാരികളും കാലങ്ങളായി രംഗത്തുണ്ട്. തിരൂർ എം.എൽ.എ. കുറുക്കോളി മൊയ്തീൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഈ സബ്മിഷനായി അവതരിപ്പിച്ചിരുന്നു. APEK സമസ്തകളും ഈ ആവശ്യമായി രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് കാലങ്ങളായി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരൂർ സബ് കളക്ടർ പോലും മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി പ്രപ്പോസലുകൾ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. സാംസ്കാരികമായും സാമ്പത്തികമായും റെയിൽവേ ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങളാലും ഏറെ മുന്നിൽ നിൽക്കുന്ന നഗരമാണ് തിരൂർ. തിരൂർ, താനൂർ, തിരൂരങ്ങാടി, പൊന്നാനി ഉൾപ്പെടെയുള്ള തീരദേശ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾക്ക് നിലവിൽ ജില്ലാ ആസ്ഥാനത്ത് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല നിലവിൽ വന്നാൽ ഈ മേഖലയിലെ വികസന പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരമാവുകയും ഭരണ സംവിധാനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുകയും ചെയ്യും. ഭരണപരമായ കാര്യക്ഷമതയും ജനസംഖ്യാ പെരുപ്പവും കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ ഒന്നാമതായി വിഭജിക്കേണ്ട ജില്ല മലപ്പുറം തന്നെയാണ്. പുതിയ ജില്ലകൾ പ്രഖ്യാപിക്കുമ്പോൾ അർഹതപ്പെട്ട തിരൂർ ജില്ല എന്ന ജനകീയ ആവശ്യത്തെ ഇനി എത്ര കാലം അവഗണിക്കാൻ കഴിയും?